ഹലോ. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കട്ട്ലറ്റ് ഫുള്ള് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല, അല്ലാതെ കണ്ടോ, ഫിഷാണ്, ട്യൂണ വെച്ചാണ് നമ്മളിത് ചെയ്തത്. നമ്മൾ നേരത്തെ ഇത് ചെയ്ത് ഇങ്ങനെ എല്ലാം ആക്കി പാത്രത്തിലാക്കി വയ്ക്കും ഫ്രിഡ്ജിൽ. നമ്മൾ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ എടുക്കുമെങ്കിൽ താഴെ ഫ്രിഡ്ജ് ഇവിടെ വയ്ക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വയ്ക്കും. എന്നിട്ട് പിന്നെ അത് എണ്ണ ഒഴിച്ച് നമ്മൾ വറുക്കുക മാത്രം മതി. അപ്പം നമ്മൾ ജോലി തിരക്കായിട്ട് നമ്മൾ വയ്ക്കുമ്പോൾ വൈകിട്ട് പെട്ടെന്ന് പിള്ളേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. തിരക്കാണെങ്കിൽ നമ്മളിതുപോലെ സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേഗം ചായ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് ചെയ്യാം. പിള്ളേരപ്പുറത്തിരുന്ന് കളിക്കുന്നതാവും. ക്രിസ്മസ് ആയതുകൊണ്ട് മൂത്ത പിള്ളേരും ഇളയ പിള്ളേരും എല്ലാവരും ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ കഴിഞ്ഞില്ല, ഇളയവർക്ക് ഇനി നാളെ 2 ദിവസം കൂടെ ഉണ്ട് ക്ലാസ്. മൂത്ത മക്കൾ രണ്ടും നാട്ടിൽ നിന്നൊക്കെ വന്നു. അപ്പം അതുകൊണ്ടാണ് അവിടെ ബഹളം. അവന്മാരറിയുന്നില്ല ഞാൻ വീഡിയോ എടുക്കുന്നു എന്നുള്ളത്. അപ്പോഴും നിങ്ങളിത് കാണിക്കാൻ വന്നതാണ്. പെട്ടെന്നാക്കാം. ഇനി നമ്മളൊരു ദിവസം കട്ട്ലറ്റ് പിടിക്കുന്നത് ഞാൻ എടുക്കാം കേട്ടോ. ഇങ്ങനെ കട്ട്ലറ്റ് ഇങ്ങനെ പിടിച്ച് വയ്ക്കുന്നത് എടുക്കാം. അപ്പോൾ ഇവിടുത്തെ മൂത്ത മോനാണല്ലോ ഉണ്ടല്ലോ, അവൻ എണ്ണയിൽ വറുക്കുന്ന ഇഷ്ടമല്ല. അപ്പോഴും നമുക്ക് എയർ ഫ്രയറിൽ വയ്ക്കാവേ. അപ്പോൾ അവന് 2-3 എടുത്ത് വയ്ക്കാം. പിന്നെ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ, ഭയങ്കര തണുപ്പാണ്. നേരത്തെ തൊട്ട് തണുപ്പാന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. പിന്നെ നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ ക്രിസ്മസിൻ്റെ എല്ലാ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. എനിക്കിന്ന് 2-3 വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു ഫുഡ് ഉണ്ടാക്കിയത്, പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. എന്നുവെച്ചാൽ തിരക്കായിപ്പോയി. ഇവിടെ മക്കളൊക്കെ വന്നപ്പോഴൊക്കെ അങ്ങ് തിരക്കായിപ്പോയി, അതുകൊണ്ട് കിട്ടിയില്ല. നാടൻ ഫുഡ് ഉണ്ടാക്കിയപ്പം ഞങ്ങൾക്ക് ചൂട, നെത്തോലി എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ തോരനൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫുഡ് ഉണ്ടാക്കുന്ന കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല, സമയം കിട്ടിയില്ല. വേണ്ടേ, ഇതാ ബാക്കിയൊക്കെ ഒന്ന് ഉച്ചയ്ക്ക് പിള്ളേർ കഴിച്ച് കഴിഞ്ഞ് എടുത്ത് വെച്ചതാണ്. മൂത്തവരെ കഴിച്ചുള്ളൂ, കുഞ്ഞുങ്ങളെ കഴിച്ചില്ല. അവന്മാർ നെമ്മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. നെമ്മീൻ വറുത്തതും നെത്തോലി പൊരിച്ചതും നെമ്മീൻ പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു. അവന്മാരൊക്കെ അതാ കഴിച്ചത്. മീനങ്ങനെ കഴിച്ചില്ല, മൂത്ത പിള്ളേരെ കഴിച്ചിട്ടുള്ളൂ. ഞങ്ങളെ കഴിക്കുമായിരുന്നെങ്കിൽ ഇത് കഴിച്ചേനെ. ഇതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചോറുണ്ണാൻ തോന്നി. ഇതൊക്കെ കൂട്ടി കഴിച്ചില്ല. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുകയാണ്. അവിടെ കതവ് ചാരി ഇട്ടേക്കുന്നതുകൊണ്ട് ലിയോ പുറത്ത് നിൽക്കുവാണ്. പിന്നെ ഈ ഫുൾ വീഡിയോ കാണുന്നവരുണ്ടല്ലോ, എൻ്റെ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ ഉണ്ട്, അതും കൂടെ ഒക്കെ ഒന്ന് കാണണം. അതുകൊണ്ട് ചപ്പാത്തിക്ക് ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, കുഞ്ഞുമക്കൾക്ക് ഒന്നും കൊടുക്കത്തില്ല. ഈ വലിയ മക്കളൊക്കെ ഇപ്പോൾ ജിമ്മിനൊക്കെ പോകുന്നതുകൊണ്ട് അവന്മാർക്ക് ഇതൊക്കെ കഴിക്കണം. അങ്ങനെയാണ് അവർക്കിത് വെക്കുന്നത്. നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. തുറന്ന് നോക്കിയിട്ട് വയ്ക്കുക. ഞാനെന്നെ റെഡി ആയി കഴിഞ്ഞിട്ട് വരാം, കാണിച്ചു തരാവേ. എല്ലാം ഒന്ന് തിരിച്ചു വയ്ക്കണം. തിരിച്ചു വെച്ചിട്ട് ഒന്നുകൂടെ നമ്മൾ കുറച്ച് നേരത്തേക്കൂടെ വയ്ക്കുകയാണ്. ലിയോക്കുട്ട വന്നിവിടെ ഒളിച്ചിരിക്കുക. ലിയോ ഇതാ, ലിയോ അങ്ങോട്ട് നോക്കുന്ന. അവരുടെ യജമാനൻ വന്നിട്ടുണ്ട്. അവരുടെ ഏറ്റവും അവന് ഇഷ്ടമുള്ള ഇവിടുത്തെ മൂത്ത മോൻ, അദ്ദേഹം നാട്ടിൽ നിന്ന് വന്നു. അപ്പം അയാളുടെ കൂടെയാണ്. അയാളായപ്പം ഞാൻ പറഞ്ഞില്ല, ജിമ്മിൽ പോയിട്ട് വന്ന് അവൻ എണ്ണയിട്ട് വറുത്ത് കഴിക്കത്തില്ലെന്ന്. അപ്പം അവനെ നോക്കി നിൽക്കുക. ഉണ്ടോ, നല്ലതുപോലെ വന്നിട്ടുണ്ട്. അതെടുത്ത് നമ്മൾ എണ്ണയിൽ വറുക്കുന്ന പോലെ തന്നെ ഉണ്ട്.
ടേസ്റ്റൊന്നും എനിക്കറിയില്ല, ഞാനിതൊന്നും കഴിച്ച് നോക്കിയിട്ടില്ല. അല്ല, ശരിയാക്കാനൊക്കെ നമുക്ക് ഇഷ്ടമുള്ളൂ, കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. മോൻ്റെ കൂടെയുള്ളൊരു ഫ്രണ്ടും കൂടെ ഉണ്ട്, അപ്പോൾ രണ്ടു പേർക്കായിട്ട് എടുത്ത് വയ്ക്കുക. കണ്ടോ, ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം. അയ്യോ, കൊടുക്കാൻ പാ നമുക്ക്. കണ്ടോ, അടി കയറി ഇരിക്കുക. ഫുഡ് കൊണ്ട് കൊടുക്കാൻ വാ. ഞാൻ അത് ഫിനിഷായി കൊണ്ട് കൊടുത്തു. അപ്പം ഞാൻ ദാണ്ടേ ഒരു കുഞ്ഞ് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചു. മറ്റേ ദാണ്ടിരിക്കുന്നു. എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് നോയമ്പായിരുന്നോണ്ടേ മീൻ കൂട്ടത്തില്ലല്ലോ, ഇറച്ചി മീൻ. അപ്പോൾ ഇത് ചെയ്തിട്ട് അതുണ്ടാക്കിയെങ്കിൽ ഈ എണ്ണ പാഴാവില്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വെച്ച് ദാണ്ടേ ക്യാപ്സിക്കം വറുക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, പക്ഷെ അത് പുതിയൊരു പൊടിയാണ്. ചേച്ചി ഒന്ന് മേടിച്ചുകൊണ്ട് വന്നത്. കണ്ടോ, ഇത് ചെയ്ത് കഴിയുമ്പം നമ്മളൊന്നും ഇതിനകത്ത് പിന്നെ ചേർക്കണ്ട. തമിഴ് മസാലയാണെന്ന് തോന്നുന്നു. അതിനകത്തുള്ള പൊടിയെടുത്ത് ഞാനൊന്ന് ചേർത്തു. ഇത്തിരി വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇതാദ്യമായിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. ചേച്ചി ഇന്നലെ ഇത് ആരോ കൊണ്ടുവന്ന് കഴിച്ചു, നല്ലതായിരുന്നെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഒന്ന് നോക്കുവാണ്. നല്ല ശരിയാകുമോ തെറ്റാകുമോ എന്നറിയത്തില്ല. ചിലർ ചെയ്യുമ്പോൾ ശരിയാവും, ചിലർ ചെയ്യുമ്പോൾ ശരിയാവത്തില്ല. പിന്നെ നമ്മൾ ചെയ്ത് അതങ്ങ് ശരിയാക്കി എടുക്കും. അപ്പോൾ ഞാൻ ഒന്ന് ചൂടെണ്ണയിലൊക്കെ ഒഴിച്ചിട്ട് വരാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അതിലേക്കിടാം. പിന്നെ ക്രിസ്മസിൻ്റെ ഒരുക്കമൊക്കെ എങ്ങനെയാണ്? എല്ലാവരും ഒരുക്കം കഴിഞ്ഞോ? കരോളൊക്കെ വീട്ടിൽ വന്നോ? ഞങ്ങൾക്ക് നാളെയാണ് വരുന്നത്, പള്ളിയിൽ നിന്ന് നാളെ വരുമെന്ന് പറഞ്ഞു. കുറേ സ്ഥലത്തൊക്കെ ഇന്നലെയൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ വന്നു. ഞങ്ങൾക്ക് നാളെ പറഞ്ഞേക്കുന്ന ശനിയാഴ്ച. അന്നേരം എനിക്ക് ഫോൺ വെച്ച് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് കരോളിൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. പക്ഷേ ആ തിരക്കിലൊന്നും ഞങ്ങൾ ഉള്ളോട്ടൊന്നും കയറിപ്പോകാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ടൊന്നും ചിലപ്പോൾ എനിക്ക് നല്ലതുപോലൊന്നും വീഡിയോ പിടിക്കാനൊക്കത്തില്ല. മക്കളോട് പറഞ്ഞു നോക്കാം, ഇവിടുത്തെ ആരെങ്കിലും എടുക്കാൻ പറ്റുന്ന സ്ഥിതിയാണെങ്കിൽ എടുത്തു തരാമെന്നല്ല, എടുത്ത് നിങ്ങളെയും കൂടെ കാണിച്ച് ഷെയർ ചെയ്യാം. ഇങ്ങനെയാണോ ഇത് ചെയ്യുന്നതെന്നും എനിക്കറിയത്തില്ല. ചേച്ചി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കലക്കിയിട്ട് ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ടാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ ചെയ്ത് നോക്കുക ആദ്യമായിട്ട്. അല്ലാതെ നമ്മൾ മുളക് ബജ്ജി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ തന്നെ മസാലയൊക്കെ എടുത്തിട്ടാണല്ലോ, മാവും ഒക്കെ എടുത്ത് ചെയ്യുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ അത് പരീക്ഷണത്തിൽ തന്നെ ആദ്യമേ നിങ്ങളെ ഞാൻ കാണിക്കുന്നു. വീഡിയോ കുറേ എടുക്കണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ തിരക്ക് വരുമ്പോഴത്തേക്ക് അന്നേരം ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് ചിലപ്പോൾ ഇവിടെ എല്ലാവരും ഉള്ളപ്പം മിണ്ടാനൊരു മടി തോന്നും. ഒരു അപകർഷതാബോധം എന്ന് പറയാം, സ്വയം തന്നെ ഉണ്ടാകുന്നത്. അതുകൊണ്ടും ചിലപ്പോൾ ഞാൻ വീഡിയോ പിടിക്കാറില്ല. അല്ലാതെ വീഡിയോ പിടിക്കുന്നതൊന്നും ചേച്ചിയുടെ അതൊന്നും പറയത്തില്ല. പക്ഷെ എല്ലാവരും ഇവിടെ നിൽക്കുകയൊക്കെ ആണെങ്കിൽ എനിക്ക് മിണ്ടാനും പിന്നെ അവർക്കായാലും ഒരു ബുദ്ധിമുട്ടാണ്. മുഖം അവർ ഇതിനകത്ത് ഒന്നും പെടുന്ന ഇഷ്ടമായിരിക്കത്തില്ല. എന്നോട് ഇഷ്ടമാണ് ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാലും പറയുവാണ്. പിന്നെ മോൻ്റെ പരീക്ഷയായിരുന്നു 2 ദിവസമായിട്ട്. അവന് ഇത്തിരി പാടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കാണുന്ന ആരെങ്കിലും ഒന്ന് എനിക്ക് വേണ്ടി, എൻ്റെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതൊക്കെയല്ലേ ഉള്ളൂ. ഈ ഷോർട്ട് വീഡിയോ കാണുന്നവർ ഫുള്ളൊന്നും നമ്മുടെ വലിയ വീഡിയോ കാണാറേ ഇല്ല. അതുകൊണ്ട് ഷോർട്ട് വീഡിയോ കുറച്ച് പേര് കാണുന്നുണ്ട്. പക്ഷെ വലിയ വീഡിയോ അങ്ങനെ ആരും ഒരു 20-30 അതിനകത്തൊക്കെ ഉള്ളൂ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വലിയ വീഡിയോ കാണുന്നവർ ഷോർട്ട് വീഡിയോ കാണുന്നില്ലെങ്കിൽ അതും കൂടെ പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് കോരിയെടുക്കാം. എണ്ണയുള്ളത് പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ക്ലീനക്സ് ഇട്ടേക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ വീട്ടിലൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ
പറയുക. ആരും ഒന്നും മൈൻഡ് പറയത്തില്ല കമൻറ്റിൽ പോലും. ആരാ കാണുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാണുന്നുണ്ട്. പിന്നെ എനിക്കിപ്പം 342 പേര് സബ് ചെയ്തിട്ടുണ്ട്. ആ ചെയ്തവർക്കെല്ലാം നന്ദി. അത് സബ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ വീഡിയോയും കൂടെ കാണണം. കണ്ടാലേ ഒരു ഇതുള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കാണുക എന്നാൽ, നമ്മളിപ്പോൾ നിർബന്ധിച്ചൊന്നും കാണാൻ പറയാൻ പറ്റത്തില്ലല്ലോ. എനിക്കിഷ്ടമുണ്ടെങ്കിൽ കാണുക. ഞാൻ കുറച്ച് എനിക്ക് മടുക്കുന്നിടം വരെ ഞാൻ വീഡിയോ ഇടും. ഇപ്പം എനിക്ക് മടുത്തെന്ന് ചിലപ്പോൾ തോന്നുമ്പോൾ ആരും കാണുന്നില്ല എന്ന് എൻ്റെ മനസ്സിൽ തോന്നുമ്പോൾ അങ്ങ് നിർത്തും. അല്ലാതെ ഇപ്പം ആരെയും നിർബന്ധിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അയ്യോ നിങ്ങളത് കണ്ടേ പറ്റുമോ, അങ്ങനെ നമുക്ക് പറയാനും പറ്റത്തില്ല. നമ്മൾ ആരുടെടുത്തും ഞാൻ പറയാറില്ല എനിക്ക് ചാനലുണ്ട്, എനിക്ക് സബ് ചെയ്യണേ, എൻ്റെ വീഡിയോ കാണണേ, അങ്ങനെയും ഞാൻ പറയാറില്ല ആരോടും. അങ്ങനെയൊക്കെ പറഞ്ഞ് സബ് ചെയ്താൽ ആ വീഡിയോ കാണണമെന്നില്ല. നിങ്ങൾക്ക് എന്നോട് ഇഷ്ടം തോന്നുക മാത്രമാണെങ്കിലാണ് എൻ്റെ വീഡിയോ ആയാലും എൻ്റെ ചാനലായാലും വിജയിച്ചൊക്കെ പോകുന്നത്. അപ്പുറത്ത് സ്റ്റാറിനകത്ത് പിന്നെ ക്രിസ്മസ് ട്രീക്ക് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. അതിന് അവിടെ ഇപ്പം മക്കളാണ്. അവരുടെ കളിയെല്ലാം കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ രാത്രി 12 മണി 1 മണിയാവും അവന്മാർ എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ. അപ്പോൾ പിന്നെ അതുകൊണ്ട് അവിടെ അങ്ങ് പോയി ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അവർക്കൊരു ബുദ്ധിമുട്ട് നമ്മൾ ആവരുതല്ലോ എന്ന് കരുതി. പിന്നെ വേറെന്താ, വേറെ 2 സമ്മാനങ്ങളൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. 2 മക്കൾ തന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് എൻ്റെ മോള് തന്നെ, അവൾ ഇവിടുത്തെ മോൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ടായിരുന്നു. രണ്ടാമത്തെ മോൻ്റെ കയ്യിൽ, അവൻ എറണാകുളത്തായിരുന്നു. അവൻ്റെ അടുത്തോട്ട് അയച്ചു കൊടുത്ത് വിട്ട് ഒരു സെറ്ററും കാലിൽ നമ്മുടെ കാല് കീറുന്നതിന് തേക്കുന്നൊരു ഓയിൽമെൻറ്റും. പിന്നെ ഇവിടുത്തെ മോനാണെങ്കിൽ ടൂറ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഈ കുഞ്ഞൊരു ബാഗൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ്ടേ, ചെന്ന് നോക്കുമ്പോൾ അറിയായിരിക്കും, സ്പോഞ്ച് പോലൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ ആ ബാഗൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇന്നലെ എടുത്ത വീഡിയോ എനിക്ക് പൂർത്തീകരിക്കാൻ എനിക്ക് സമയം കിട്ടില്ല. കണ്ടോ, പാവം ലിയോയ്ക്ക് കേട്ടോ. ഇവിടെ എല്ലാവരും വന്നുകൊണ്ട് ഇപ്പോൾ അവൻ ഉറക്കവേ പറ്റുന്നില്ല. രാത്രി എല്ലാവരും ഫോണിൽ ടി വിക്കകത്ത് കളിച്ചിട്ടൊക്കെ പോകുമ്പോൾ, ഇവന്മാർ പോകുമ്പോൾ 12 മണി 1 മണി 2 മണി, എൻ്റെ ലിയോയ്ക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. പകലായാലും ബഹളം. അതുകൊണ്ട് വന്നിങ്ങനെ കിടക്കുക. പിന്നെ ഇവിടെ തണുപ്പുവാണ്. ഇന്ന് രാവിലെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കി, ചിക്കൻ കറിയുണ്ട്. വേണ്ടേ വൈൻഡപ്പ് ചെയ്യാമെന്ന് പറഞ്ഞൊന്ന് കാണിക്കുമോ നിങ്ങളെ. അല്ലാണ്ട് എനിക്ക് ഇത് സമയമില്ല ഇപ്പം. വേണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ ബാഗ്. ഇവിടെ വേറെ സൗണ്ടൊക്കെ വെളിയിൽ നിന്ന് കേൾക്കും. ഇവരെല്ലാം ടി വി കളിക്കാനായിട്ട് വന്നിരിക്കുക. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് എനിക്ക് ഇങ്ങോട്ട് വന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്ന്. ഇതാണ് ഇവിടുത്തെ മോൻ. വിയറ്റ്നാമിൽ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് തന്ന ബാഗാണ് ഇവിടുത്തെ മൂത്ത പുത്രൻ. നമുക്കിപ്പോൾ ദുഃഖകരമായിട്ടൊരു കാര്യമാണല്ലോ ഇന്ന് അറിഞ്ഞത്. നമ്മുടെ ശ്രീനിവാസൻ സാർ മരണപ്പെട്ടു. അതിൽ ഞങ്ങളെല്ലാവരും ദുഃഖത്തിലാണ്. ഒരു സങ്കടമാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും നല്ലൊരു നടനും സംവിധായകനും ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ മരണത്തിൽ ഞങ്ങളെല്ലാവരും ദുഃഖം അറിയിക്കുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെയാണല്ലോ ശ്രീനിവാസൻ്റെ മോനും മക്കളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടയാണ്. ഒത്തിരി വിഷമമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ വാർത്ത വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു ഇനി ഫേക്കാണോ, ഓരോ ഫേക്ക് പറയുമല്ലോ, അതാണോ എന്ന് ഞാൻ കരുതിപ്പോയി. പക്ഷെ എന്തായാലും ഞാൻ വാർത്തയിൽ പോയി നോക്കിയപ്പോൾ കണ്ടു. ഷോർട്ട് വീഡിയോകളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിങ്ങനെ ഇനി അവർ തെറ്റായിട്ട് പറയുവാണെന്ന്. ക്രിസ്മസിൻ്റെ കുറേ കൂടെ അത് വന്നിട്ടുണ്ട്, എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇന്നാണ് ഞങ്ങളുടെ ഇവിടെ വരുന്നത്. വേണ്ടേ, നമ്മുടെ ഇവിടെ പൂവൊക്കെ പിടിച്ചിട്ടുണ്ടോ, കാണാൻ പറ്റുന്നോ, വെള്ളപ്പൂവ്. തക്കാളിയൊക്കെ പിന്നെ പൂത്തിട്ടുണ്ട്, പക്ഷെ പിടിച്ചിട്ടൊന്നുമില്ല. ഇവിടെയൊക്കെ ചെടിയിലൊക്കെ ഇപ്പോൾ പൂ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
ഇന്ന് വിഷമകരമായ ഒരു വാർത്തയും കൂടെ അറിഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ അതിൻ്റെ പിന്നെ എല്ലാ മലയാളികൾക്കും, അത് പ്രവാസികൾക്ക് അദ്ദേഹം അതിനകത്തുണ്ടായിരുന്ന ഒരു പാട്ട് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലല്ലോ. ആ സിനിമയിൽ ഏതൊരു പ്രവാസി ആഗ്രഹിക്കുന്നതാണല്ലോ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നും. അതൊക്കെ എനിക്ക് ഒത്തിരി വിഷമമുണ്ടായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നടനായിരുന്നു. അപ്പോൾ ശരി, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. ലിയോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി നടപ്പുണ്ട് ഇവിടെ. ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ലിയോ ഇങ്ങനെ നടക്കുകയാണ്. ശരിയെന്നാ.